പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായി, സ്നേഹമായി, കൃപയായി, അഭിഷേകമായി ഒരിക്കൽ കൂടി ഈശോ ഇതാ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കൃപയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് പറയുന്നത്. ഈ പുതിയതായ സ്നേഹം, പുതിയതായ കരുണ ഇതാ ഇന്ന് ഈ ദിവസം ഈ 3 മണിക്കൂറിൽ നമുക്ക് വേണ്ടി വീണ്ടും ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ പങ്കുവയ്ക്കുന്നു. കരങ്ങൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണ ഇതാ ഈ നിമിഷം നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഹൃദയവാതിലിൽ മുട്ടി വിളിക്കുന്നു. എന്തിനാണ് ഈശോ വിളിക്കുന്നത്? ഈ കരുണ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ വേണ്ടി. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്നത് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന ഈ ലോകത്തിലെ അവസ്ഥകളെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാം. ഹൃദയം തുറന്നു വെച്ച് ഈശോയെ സ്നേഹമായി, കരുണയായി എന്നിലേക്ക് വന്ന് വസിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ കാർലോ അക്യൂറ്റസ് പറഞ്ഞൊരു കാര്യം നമുക്ക് വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധൻ പറയുകയാണ്, കെട്ടിപ്പിടിക്കുവാൻ ഒരു സക്കറാരിയും പൊട്ടിക്കരയുവാൻ ഒരു കുമ്പസാരക്കൂടുമുള്ളിടത്താണ് കർത്താവിൻ്റെ കരുണ ലഭ്യമാകുന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്നും എന്നും ലോകാവസാനത്തോളം നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി, നമ്മുടെ രക്ഷയ്ക്കായി ഈശോ വിശുദ്ധ കൂദാശയായി, കുർബാനയായി, ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരുവനെ പോലെ വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം ചേർത്ത് പിടിക്കൽ, കർത്താവ് നൽകുന്ന രക്ഷയൊക്കെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ദിവസവും ദൈവിക സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ എന്നിലേക്ക് കരുണ ഒഴുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എത്രമാത്രം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കണം. കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അർഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കപ്പെട്ടവർക്ക് നൽകുന്ന
ഒരു കാര്യമൊന്നുമല്ല. അതിനുമപ്പുറം കർത്താവ് നൽകുന്ന കരുണയെന്ന് പറയുന്നത് എനിക്ക് അർഹിക്കപ്പെടാത്തവന് നൽകുന്ന സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് കരങ്ങൾ ഉയർത്തി നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട്, കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കരുണ ഒഴുക്കുന്നത്. ഈ 3 മണി സമയത്ത് ഒരിക്കൽ കൂടി ഈ ദീപികാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇതാ, കരുണ്യവാനായ ദൈവം കരുണയൊഴുക്കിക്കൊണ്ട് ദിവ്യ കാരുണ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഏറ്റവും കൂടുതൽ കരുണ ലഭിക്കുന്ന സമയമാണ് 3 മണി സമയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിൽ ഇത്രമാത്രം ഊന്നൽ നൽകിക്കൊണ്ട് 3 മണി സമയത്ത് കരുണയുടെ ജപം ചൊല്ലി, കൊന്ത ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനർത്ഥം കർത്താവ് കുരിശിൽ മരിച്ച ആ നിമിഷം ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി അവൻ രക്ഷയായി മാറി. അതേ രക്ഷ, അതേ കരുണ, അതേ സ്നേഹം ഈ 3 മണി സമയത്ത് നമ്മളിലേക്ക് ഒഴുക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ കരുണയ്ക്കായിട്ട്, അവൻ്റെ സ്നേഹത്തിനായിട്ട്, അവൻ്റെ കൃപയ്ക്കായിട്ട്, അവൻ്റെ അഭിഷേകത്തിനായിട്ട്, അവൻ്റെ ചേർത്ത് പിടിക്കലിനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഞാനിത് അർഹിക്കുന്നില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുന്നത് ഏറ്റവും നല്ല ഒരു മനോവികാരമാണ്. അർഹിക്കാത്ത എനിക്ക് ഈശോ അവൻ്റെ സ്നേഹം പകർന്നു തരുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെതായ വീഴ്ചകളിലൂടെ ഈ ലോക സുഖങ്ങളെയൊക്കെ പ്രാപിക്കുവാൻ വേണ്ടി എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ ചിന്തയുടെ മേഖലകളൊക്കെ ഞാൻ വിട്ടുകൊടുത്തിട്ട് കർത്താവിനെ ഇത്രമാത്രം പീഡകളും സഹനങ്ങളും ഞാൻ മൂലം സഹിക്കേണ്ടി വന്നിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ അർഹിക്കുന്നില്ല, എങ്കിലും നിന്റെ സ്നേഹവും കരുണയും എനിക്ക് വേണ്ടി ഒഴുക്കി തരണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട്, വല്ലതും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ നമ്മൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാതിരിക്കും. പക്ഷേ അവര് അർഹിക്കാത്തവരുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളും ഒരു ഭിക്ഷ യാചിക്കുന്ന മനുഷ്യന്റെ മനോഭാവത്തോടെ, അങ്ങനെയുള്ള ഒരു ആത്മീയതയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, കരുണ തോന്നണമേ എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തില് ഒന്നും വീമ്പടിക്കുവാനായിട്ടില്ല, എല്ലാം കർത്താവിൻ്റെ കരുണയോടെ മാത്രം നൽകുന്നത്. ഞാൻ അവനെ സ്നേഹിക്കാഞ്ഞിട്ടും, ഞാൻ അവനിൽ നിന്ന് അകന്നു പോയിട്ടും, ഞാൻ അവനെതിരായി പിറുപിറുത്തിട്ടും, ഞാൻ എൻ്റെ ജീവിതത്തിലെ തിന്മകൾ നിറഞ്ഞവനായി നീങ്ങിയിട്ടും എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം, അർഹിക്കാത്ത എനിക്ക് അവൻ കരുണയൊഴുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ഭിക്ഷക്കാരനെ പോലെയാണ്. അർഹിക്കാത്തവൻ്റെ മനസ്ഥിതിയോടുകൂടി ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബലഹീനതകൾ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് ഒന്നൊന്നായി ചിന്തിച്ച് മനസ്സിലാക്കി ആ വീഴ്ചയുടെ മേഖലകളെ പറ്റി ബോധവാന്മാരായി തീർന്നുകൊണ്ട് നമ്മൾ അവ ഓരോന്നായിട്ട് കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കരുണയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ് പറഞ്ഞത്, കെട്ടിപ്പിടിക്കുവാൻ ഒരു സക്രാരി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കരുണ അനുഭവിക്കും എന്ന്. പ്രിയമുള്ളവരെ, വീണ്ടും വിശുദ്ധൻ പറയുകയാണ്, പൊട്ടിക്കരയുവാനായിട്ട് ഒരു കുമ്പസാരക്കൂട്. ഒരുപക്ഷെ
നമ്മൾ ജീവിതത്തിൽ കുമ്പസാരത്തിനായിട്ടൊക്കെ ഒരുങ്ങുക. കുമ്പസാരത്തിനുള്ള ജപമുണ്ട്, കുമ്പസാരത്തിനുള്ള പ്രാർത്ഥനകളുണ്ട്. പാപങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചിന്തിച്ച് അത് മനസ്സിലാക്കി ക്രമമായി ഓർമ്മയിൽ രേഖപ്പെടുത്തി നമ്മൾ കുമ്പസാരിക്കണമെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വീഴ്ചയുടെ മേഖലകളെ പറ്റി നമ്മൾ ബോധവാന്മാരായി തീരണം. അങ്ങനെ നമ്മുടെ വീഴ്ചകളുടെ ബാഹ്യമായ ചില പ്രവൃത്തികൾക്കപ്പുറം നമ്മുടെ ബലഹീനതകൾക്കും പാപങ്ങൾക്കും വീഴ്ചകൾക്കും കുറവുകൾക്കുമൊക്കെ ബാഹ്യമായ ചില പ്രവൃത്തികൾക്കപ്പുറത്ത് ആന്തരികമായ ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ്, ഒരു മൂല കാരണമുണ്ട്. ആ മൂല കാരണത്തെ പറ്റി ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വന്ന ഒരു മുറിവായിരിക്കാം, ഒരു സ്നേഹരാഹിത്യമായിരിക്കാം, മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവരെന്നെ മാറ്റി നിർത്തുന്നു, ഒരു ആന്തരിക മുറിവായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്ത ഒരു അപകർഷതാ ബോധമായിരിക്കാം. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ദുരുപയോഗിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും പാപത്തിൻ്റെ വലിയ വീഴ്ചകളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളുടെ മൂലകാരണത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ആ പാപങ്ങൾ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറയുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ പാപങ്ങളെ പറ്റി, നമ്മുടെ കുമ്പസാരത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരേ തരം പാപങ്ങൾ വർഷങ്ങളായിട്ട് റിക്കറിങ് സിൻസ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പാപങ്ങളെല്ലാം ഒരേ തരത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പാപങ്ങൾ നമ്മൾ നിന്ന് എന്നേക്കുമായിട്ട് വിട പറയാത്തത്? തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഹ്യമായൊരു പ്രവൃത്തിക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഹൃദയത്തിന്, മനസ്സിന്, ജീവിതത്തിന് ആന്തരികതയ്ക്ക് ഏറ്റിരിക്കുന്ന ഒരു മുറിവ്, അതൊരു മൂല കാരണമായിരിക്കാം. ആ മൂല കാരണത്തിലേക്ക് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ചെറുപ്പത്തില്, എൻ്റെ കൗമാരപ്രായത്തില്, എൻ്റെ യുവത്വത്തില്, എൻ്റെ ജീവിതത്തിനേറ്റ ഈ മുറിവിനെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപം കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുമ്പോൾ ആ പാപത്തെ നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ ഹൃദയത്തിൽ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ കാർലോ അക്വിറ്റസ് പറയുന്നുണ്ട്, കെട്ടിപ്പിടിക്കുവാനൊരു സക്രാരി, പൊട്ടിക്കരയുവാൻ ഒരു കുമ്പസാരക്കൂട്. അവിടെയാണ് കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നത്. നന്നായിട്ട് ഒരുങ്ങി ഈ മൂലകാരണങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി ഈശോയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറേ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് നമ്മുടെ തിന്മയുടെ ലോകമാണ്, പാപങ്ങളുടെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. ആ പാപങ്ങൾ നമ്മൾ ഒരു പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ പുരോഹിതനിലൂടെ ഈശോയെ കണ്ടുകൊണ്ട് ആ പുരോഹിതന്റെ അടുത്ത് നിന്ന് യാതൊരു വക കോംപ്രമൈസുമില്ലാതെ, യാതൊരു വക വിട്ടുവീഴ്ചകളുമില്ലാതെ നമ്മൾ ചെയ്തു പോയ പാപം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഈശോയോട് എന്ന പോലെ ഒരു പുരോഹിതനോട് ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കരുണ ഏറ്റവും ശക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ഈ പ്രാർത്ഥന, ഈശോയെ കെട്ടിപ്പിടിക്കുവാൻ ഒരു സക്രാരി, പൊട്ടിക്കരയുവാൻ ഒരു കുമ്പസാരക്കൂട്, അവിടെ എനിക്ക് നിന്റെ കരുണയോട് ചേർന്ന് നിൽക്കുവാൻ പറ്റും. അവിടെ ഞാൻ വിശുദ്ധനായിട്ട് മാറും. ദൈവസാന്നിധ്യത്തിലിരുന്ന്
നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി പുരോഹിതന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വിശുദ്ധിയുടെ പരിമളം എന്നിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകും. ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും നമുക്ക് പ്രത്യേകമായി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ അവരിലേക്ക് ഒഴുക്കണമേ. പാപികൾക്ക് വലിയ മനസാന്തരമുണ്ടാകട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ. കൃപയും അഭിഷേകവും അനുഗ്രഹവും എല്ലാം കർത്താവേ കരുണയായി സ്നേഹമായി ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എല്ലാവരിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമായിരിക്കുന്ന അവസ്ഥയും ഈശോയ്ക്ക് ഒരിക്കൽ കൂടി ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.